ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കിഡിലൻ DIY ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടപോലെ നമ്മളിവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഓയിലാണ്. ക്യാരറ്റ് ഓയിലിൻ്റെ ഗുണം ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ക്യാരറ്റ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഇൻറ്റേർണലി നമുക്ക് കഴിക്കാനും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസിലും ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ്സിൽ ഈ ഒരു ഓയിൽ വളരെ എക്സ്പെൻസീവായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് റൗണ്ടായിട്ട് സ്ലൈസായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞളാണ്, പച്ചമഞ്ഞളും ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. മഞ്ഞൾ ഓപ്ഷണലാണ് കേട്ടോ. ഹെയറിലും സ്കിന്നിനൊക്കെ നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഹെയറിനാണെങ്കിൽ നമ്മൾ ഒരിക്കലും മഞ്ഞൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ ഓയിലിനായിട്ട് എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എള്ളെണ്ണ ഇഷ്ടമല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ബദാം ഓയിലോ ഏത് ഓയിൽ നിങ്ങളുടെ ഓപ്ഷനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയും ഈ ഒരു 3/4 കപ്പ് ഓയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ 2 ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയൊരു പീസ് മഞ്ഞളും എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഓയിലിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിന് മാത്രമല്ല ഹെയറിനും വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഡാർക്ക് സർക്കിൾസോ സ്കിന്നിന് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, നിറവ്യത്യാസമോ അതുപോലെ സ്കിൻ പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. കയ്യിലും കാലിലും സ്കിന്നിലും ഒക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റാൻ വളരെ നല്ലൊരു ഓയിൽ തന്നെയാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് മഞ്ഞളും ക്യാരറ്റും കൂടി കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളമാണ് നമ്മൾ നമ്മുടെ ഓയിലിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഓയിലാണ് നമ്മളിനി ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് അതിൻ്റെ വെള്ളത്തിലെ കണ്ടൻറ്റൊക്കെ കളഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ ബെനിഫിറ്റുള്ള, എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഓയിൽ ആഡ് ചെയ്യണം. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ആദ്യം ചൂടാക്കേണ്ടത്. എന്നിട്ട് പയ്യെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല കേട്ടോ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. അതൊന്ന് മാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പുറത്തേക്കൊന്നും പോകുന്നതാണ്. അപ്പോൾ ആ ഒരു മാറുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങളും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അളവിൽ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുമ്പോഴാണ് അതിൻ്റെ സൗണ്ടും അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പുറത്തേക്ക് പോയി ക്ലിയർ ആയിട്ടുള്ള ഒരു എണ്ണയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ എണ്ണ പയ്യൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ ഒരു പിക്ചർ ഇപ്പോൾ സൈഡിലേക്കൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം നമ്മുടെ എണ്ണയ്ക്ക് വരേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒരിക്കലും ഓഫാക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ആ ഒരു പിക്ചർ ഒരു സൈഡിലേക്ക് അടിഞ്ഞു കൂടും. നമ്മുടെ സ്പൂണിലേക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റും അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആ എണ്ണയിലുള്ള പിക്ചർ നമ്മുടെ സ്പൂണിലേക്ക് പറ്റിപ്പിടിക്കാൻ തുടങ്ങും. കണ്ടോ? ഈ ഒരു ടെക്സ്ചർ വേണം നമുക്ക് ശരിക്കും ആവാനായിട്ട്. നമ്മുടെ എല്ലാ പിക്ചറും ആ സ്പൂണിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം നമ്മൾ ഇനി നമ്മുടെ ഫ്ലെയിം ഓഫാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 1 വർഷം 2 വർഷമൊക്കെ നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും റൂം ടെമ്പറേച്ചറിൽ തന്നെ. മാക്സിമം ഒരു ഈവനിങ് ടൈമിൽ നമ്മൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഹോൾ ബോഡിയിലും ഫേസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിങ്കിൾസും സ്കിൻ ഡിസ്കളറേഷനും ഒക്കെ മാറ്റും നല്ലൊരു ബെസ്റ്റ് എണ്ണ തന്നെയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിത് കടലമാവോ ആട്ടപ്പൊടിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്യാം. സോപ്പ് യൂസ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ അസ്സലാമു അലൈക്കും.